അല്പം കൂടി പുറത്തു വരാനുണ്ടെന്ന് തോന്നുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുക്കുന്നതിന് വിമുഖത കാണിച്ചു എന്നുള്ളതാണ്. പക്ഷെ തന്റെ ചുറ്റും നിൽക്കുന്ന ഉപജാപക സംഘത്തിന്റെ നിർബന്ധത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങിയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ഞാൻ പിണറായി വിജയൻ കൂടി വോട്ട് ചെയ്താണല്ലോ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കിയത്. അല്ല, അതിനുശേഷം നടന്ന ചില സംഭവ വികാസങ്ങളെ തുടർന്നാണ്. ഒരുപക്ഷെ അതെ പിണറായി വിജയൻ തുടർന്നും 5 കൊല്ലവും പ്രതിപക്ഷ നേതാവായി ഇരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ന്യൂനപക്ഷങ്ങളെ ഏകീകരിക്കുന്നതിനും അകന്നുപോയ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനുമായി ഒരുപക്ഷെ അടുത്ത പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ മുഹമ്മദ് റിയാസിനെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിക്കുകയും തുടർന്ന് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃ പദവിയിലേക്ക് എത്തുന്നതുമായിട്ടുള്ള ചില നീക്കുപോക്കുകളുടെ തുടക്കം എന്ന നിലയിലാണ് ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ ഒരു ബിനാമി പ്രതിപക്ഷ നേതാവായി തുടരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായിരിക്കും കേരളത്തിലെ CPM എടുക്കാൻ പോകുന്ന തീരുമാനം എന്ന് വേണം നമുക്ക്.